വെളിപാട് പുസ്തകം 13-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളുടെയും ജനതകളുടെയും ഭാഷകളുടെയും രാജ്യങ്ങളുടെയും മേൽ അതിന് അധികാരവും ലഭിച്ചു. വിധിക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓർമ്മിക്കുക, ദൈവത്തെയും സ്വർഗത്തെയും സ്വർഗവാസികളെയും ദുഷിച്ചു പറഞ്ഞ സാത്താൻ സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും അവതരിപ്പിച്ചു. സുവിശേഷ സത്യങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും സഭാപ്രബോധനങ്ങളെ നിരാകരിച്ചുകൊണ്ടും സാത്താൻ നുണ പ്രചരിപ്പിക്കും. സുവിശേഷത്തിന് എതിരു നിൽക്കുന്നതും പ്രത്യക്ഷത്തിൽ സുവിശേഷത്തിന് സമാനമെന്ന് തോന്നുന്നതും ഏവർക്കും സ്വീകാര്യവുമായ എതിർ സുവിശേഷം പോലും അവതരിപ്പിക്കപ്പെടും. സത്യത്തിന്റെ വായ് മൂടിക്കെട്ടി സത്യം പറയുന്നവരുടെ അധരങ്ങൾ തന്നെ സാത്താൻ വിലക്കെടുക്കും. അങ്ങനെ ലോകം നുണ കൊണ്ട് നിറയും. ക്രൈസ്തവ രാജ്യങ്ങളെന്ന് ഒരു കാലത്ത് അഭിമാനിച്ചിരുന്ന രാജ്യങ്ങൾ മിക്കവയിലും ഇപ്പോൾ മതപഠനം പോലും നിരോധിച്ചിരിക്കുന്നു എന്ന വസ്തുത നാം ഇതിനോട് ചേർത്ത് ഗ്രഹിക്കേണ്ടതാണ്. ഇവിടെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശക്തി ഒരിക്കൽ കൂടി പ്രകടമാകേണ്ടത്. അവളാണ് വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് പുത്രന് ജന്മം നൽകിയവൾ. അവളാണ് വചനം ഹൃദയത്തിൽ സൂക്ഷിച്ച് ധ്യാനിച്ചവൾ. അവളാണ് അവതരിച്ച വചനത്തിന്റെ അമ്മ. അവളുടെ വാക്കുകൾ കേട്ടാണ് ആ പുത്രൻ സംസാരിക്കാൻ പരിശീലിച്ചത്. അവളാണ് പുത്രനെ പ്രഘോഷണത്തിനൊരുക്കിയത്. ആകയാൽ അവളിലൂടെ തന്നെ വേണം എതിർ ക്രിസ്തുവിന്റെ നുണപ്രചരണത്തിന് അറുതി വരുത്തേണ്ടത്. ഇതും അവൾ തന്റെ മാധ്യസ്ഥ ശക്തിയാൽ സംഭവിപ്പിക്കണം. അല്ലാത്ത പക്ഷം സത്യസഭയുടെ പ്രബോധനങ്ങൾ ഇരുൾക്കയത്തിൽ മുക്കിക്കളയാൻ സാത്താൻ ഇടവരുത്തും. സാത്താന്റെ നുണ തിരിച്ചറിയാനുള്ള ദൈവിക ജ്ഞാനം തന്റെ മക്കൾക്ക് നൽകണമെന്ന് വാദിക്കാൻ മറിയം ദൈവസന്നിധിയിൽ നിലയുറപ്പിക്കും. അത് സാധിച്ചെടുക്കും വരെ അവൾ പുത്രന്റെ മുൻപിൽ കണ്ണുനീർ പൊഴിക്കും. ആദിമാതാപിതാക്കളെ നുണയാൽ കബളിപ്പിച്ച സാത്താൻ അവന്റെ വക്രതയാൽ വിജയിച്ചു. അന്നവർക്ക് ആശ്രയിക്കാൻ പരിശുദ്ധ കന്യകാമറിയം ഇല്ലായിരുന്നു. നമുക്കാകട്ടെ എല്ലാ കാര്യങ്ങളിലും ആശ്രയിക്കുവാൻ ആ അമ്മ നമ്മോടുകൂടെ നമ്മോടൊപ്പം എല്ലാ സമയവും തുണയായുണ്ട്. നമുക്കുണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളിലും അമ്മയോട് ചേർന്ന് നിന്ന് തിന്മയുടെ ശക്തിയെ പരാജയപ്പെടുത്താം. അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം.